നമ്മുടെ ഒരു മെന്റൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, അതുപോലെ ജേർണലിംഗ് ചെയ്യാറുണ്ട്, ചില എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഒരു സെൽഫ് കെയറിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ഇത്രയൊക്കെ ചെയ്താലും എന്തോ ഒരു മിസ്സിങ്, നമ്മളെ ഒരു നെഗറ്റിവിറ്റി ഹോണ്ട് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഒന്ന് നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് നോക്കിയേ, നമ്മുടെ ചുറ്റുപാടും ചില ടോക്സിക് റിലേഷൻഷിപ്പ് നിലനിൽപ്പുണ്ട്. അതുകൊണ്ടാണ് നമുക്കതിങ്ങനെ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നത്. അതൊരു പക്ഷെ നമ്മുടെ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആവാം, ഈവൻ നമ്മുടെ മക്കളോ പാരൻസോ ഒക്കെ ആവാം ആ ഒരു ടോക്സിസിറ്റി നമ്മളിലേക്ക് തരുന്നത്. അപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. ഭക്ഷണത്തിന് അലർജി വരുമ്പോൾ ഭക്ഷണം ഒഴിവാക്കും. ചില എന്താ പറയുക, നമുക്ക് ആവശ്യമില്ലാത്ത ചില വീട്ടിലെ ചില സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാറില്ലേ ഒരു സമയം കഴിയുമ്പോൾ, ഇതിനി വേണ്ട എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ ചില മനുഷ്യരുണ്ട്, അവരെയും നമുക്ക് വേണ്ട, നമുക്കത് നെഗറ്റീവ് മാത്രമേ തരുള്ളൂ, നമുക്കതൊരു ഭാരമാണെന്നുണ്ടെങ്കിൽ അത്തരം റിലേഷൻഷിപ്പിനെ മാറ്റി വെക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. അപ്പൊ ചിലർ ചോദിക്കും, ഒരു ജീവിതമല്ലേ ഉള്ളൂ, എല്ലാവരായിട്ടും സന്തോഷത്തിൽ പൊക്കൂടെ, ഇങ്ങനെ ആരെങ്കിലേക്ക് മാറ്റി നിർത്തണോ എന്നുള്ളത്. ഞാനും തിരിച്ചൊരു ചോദ്യം ചോദിക്കാം, ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതിങ്ങനെ വല്ലവരെയും പേടിച്ച് അവരുടെ നെഗറ്റിവിറ്റി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കൊണ്ടു നടന്ന് നമ്മുടെ ലൈഫിനെ ഇല്ലാതാക്കണം? ഒഴിവാക്കേണ്ടതെല്ലാം അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ടതെല്ലാം അതെന്ത് തന്നെയായാലും മാറ്റി നിർത്തിയാലാണ് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ശ്വസിക്കാൻ പറ്റുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ടോക്സിസിറ്റി ഫീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നോക്കും, വ്യത്യാസം ഉണ്ടാവും. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.